ഇത് ബെന്യാമിൻ്റെ പെൺമാറാട്ടം എന്ന കഥാസമാഹാരമാണ്. ബെന്യാമിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബെന്യാമിൻ ഇന്ന് മലയാളികളുടെ, ലോകത്തിലുള്ള മുഴുവൻ മലയാളം അറിയാവുന്നവരുടെയും ഒരു അടയാളമാണ്. ആടുജീവിതം എന്ന നോവലിലൂടെ ലോകശ്രദ്ധ നേടിയ, അതിൻ്റെ സിനിമ വന്നപ്പോൾ അതിനേക്കാൾ ഉയരത്തിലേക്ക് പറന്നു ഉയർന്ന ഒരു കഥാകാരനാണ്, ഒരു നോവലിസ്റ്റാണ് ബെന്യാമിൻ. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കഥാസമാഹാരമാണ് പെൺമാറാട്ടം എന്നത്. വളരെ ശ്രദ്ധേയമായ കുറച്ച് കഥകൾ, എടുത്തു പറഞ്ഞാൽ 8 കഥകളാണ് ഈ പെൺമാറാട്ടം എന്ന കഥാസമാഹാരത്തിലുള്ളത്. 8 കഥകളും വളരെ ശ്രദ്ധേയമാണ്. ഓരോന്നിനും ഓരോ വിഷയങ്ങൾ സ്വീകരിക്കുന്നതിൽ എഴുത്തുകാരൻ അങ്ങേയറ്റം വിജയിച്ചിരിക്കുന്നു. എന്നാൽ ചില കാര്യങ്ങൾ പറയാതെ വയ്യ. 2006 എൻ്റെ രണ്ടാമത്തെ കഥാസമാഹാരമായ പെൺമാറാട്ടം പുറത്തു വരുന്നത്. എഴുത്തുകാരൻ്റെ ആമുഖം ഇങ്ങനെയാണ്: അപ്പോഴേക്കും കഥയെഴുത്തിൽ ഇത്തിരിയൊക്കെ ആത്മവിശ്വാസം തോന്നിത്തുടങ്ങുകയും 2-3 പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിരുന്നു. ആയിടയ്ക്കാണ് മറ്റൊരു സമാന്തര പ്രസിദ്ധീകരണ സ്ഥാപനമായിരുന്ന റെയിൻബോയിലെ രാജേഷ് സാറുമായി പരിചയപ്പെടുന്നത്. ബഹ്റൈൻ കേരളീയ സമാജത്തിൻ്റെ വാർത്താമാസികയായ ജാലകത്തിൽ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടി നാട്ടിലുള്ള കഥാകാരന്മാരുടെ കഥകൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആദ്യമായി പരിചയപ്പെട്ടതെങ്കിലും വളരെ വേഗം ഞങ്ങൾക്കിടയിൽ ഒരു ആത്മബന്ധം ഉടലെടുത്തു. ഇങ്ങനെ തുടങ്ങുന്നു അദ്ദേഹത്തിൻ്റെ ആമുഖം. യൂത്തനേസിയ എന്ന ആദ്യ കഥാസമാഹാരത്തിൻ്റെ പ്രമേയം പൂർണ്ണമായും, അല്ലെങ്കിൽ മൊത്തത്തിൽ പ്രണയത്തെക്കുറിച്ചായിരുന്നെങ്കിൽ പെൺമാറാട്ടത്തിലെ കഥകളുടേത് രാഷ്ട്രീയമാണെന്ന് പിന്നെ തോന്നിയിട്ടുണ്ട്. പലരും അത് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതിലെ ഓരോ കഥകളും നമ്മളെ മനുഷ്യരുടെ സ്വാർത്ഥതയെയും മനുഷ്യരുടെ ചിന്താധാരയിൽ വന്നിരിക്കുന്ന വൈകല്യങ്ങളെയും ഒക്കെ അടയാളപ്പെടുത്തുന്നുണ്ട്. അർജന്റീനയുടെ ജേഴ്സി എന്ന ഒരു കഥ മതി ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്താൻ. ആർഭാടങ്ങൾ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് അനാവശ്യ ചെലവുകളിലൂടെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭ്രമിപ്പിക്കുന്ന തരത്തിലുള്ള ജീവിതശൈലികൾ കൊണ്ടുപോകുന്നവർക്കിടയിൽ ഒരു വസ്ത്രം വാങ്ങാൻ പോലും, ഒരു പുത്തനുടുപ്പ് വാങ്ങാൻ പോലും കഴിയാതെ വിഷമിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ ഒരു ജീവിതം, അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കഥ. ബ്രേക്ക് ന്യൂസ് എന്ന കഥയും ആദ്യത്തെ കഥയാണ് ഈ പുസ്തകത്തിലേതെങ്കിലും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്നാൽ അതിലെ കഥ അവസാനം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ആദ്യമേ കിട്ടുന്നു എന്നുള്ളതാണ് അതിൽ കണ്ട ചെറിയൊരു പോരായ്മ എന്ന് പറയാം. അങ്ങനെ വളരെ വ്യത്യസ്തമായ കഥകൾ. ലോങ് മാർച്ച് എന്ന കഥയിലാണെങ്കിലും രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും പെൺമാറാട്ടം എന്ന ബെന്യാമിൻ്റെ ഈ പുസ്തകം എല്ലാവർക്കും ഒന്ന് വായിക്കാവുന്നതാണ്. ഇതിലെ കഥകൾ നമ്മളെ വല്ലാതെ എളുപ്പത്തിൽ കാര്യങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടുപോകുന്നു. ഇത് തന്നെയാണ് ഈ കഥാസമാഹാരത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയാം. എല്ലാവർക്കും വിജയാശംസകൾ. ബെന്യാമിന് അഭിനന്ദനങ്ങൾ.